കാണിച്ചു കൊടുത്ത് അയാളെ സ്ഥാപനത്തിന് കറാമത്തുണ്ട് എന്നാണ്. കല്ലിനും മുള്ളിനും ഒക്കെ ഇങ്ങനെ കറാമത്തുണ്ടാക്കിയ അയാൾ എന്റെ വീട്ടിൽ ഇന്നും സൂക്ഷിപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ കൊണ്ടുവന്ന് സിറാജുൽ ഹുദ അത്ഭുതങ്ങളും പിന്നെ കഥകളും എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം. കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ഉണ്ടായ ചില സംഭവങ്ങൾ അത്ഭുതങ്ങളാണ്. ഉണ്ടായിക്കോട്ടെ, ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ അവിടെ പല സംഭവങ്ങളും ഉണ്ടായിക്കോട്ടെ. അതിനേക്കാൾ ഉണ്ടാവില്ല ഇപ്പൊ മർക്കസ് ഉണ്ടാവൂലേ, പട്ടിക്കാട് ജാമ്യക്ക് ഉണ്ടാവൂലേ, നമ്മുടെ സ്ഥാപനത്തിൽ ജാമ്യ ഹിക്മയിലില്ലേ, ഉണ്ടായിക്കോട്ടെ. അത്ഭുതങ്ങൾ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട അത്ഭുതം തന്നെയാണ്. പമ്പേഴ്സ് സമത് മൗലവി പറയുന്നത് എന്താണ്? കല്ലിനും മുള്ളിനും ബിൽഡിങ്ങിനൊക്കെ കറാമത്ത് ഉണ്ടാവും, അത്ഭുതങ്ങൾ ഉണ്ടാവും. അത് അള്ളാഹിന്റെ ദീനിന്റെ സ്ഥാപനമല്ലേ. നമ്മൾ ജാമിയത്തുൽ ഹംകിയയിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിക്കോട്ടെ, ഉണ്ടാവും. ഇപ്പോൾ സിറാജിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമല്ലേ, ദീനിന്റെ സ്ഥാപനമല്ലേ. അപ്പോൾ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാവും, ഉണ്ടായിക്കോട്ടെ. മറ്റവൻ പറഞ്ഞെന്താ? മറ്റവൻ പറഞ്ഞത് അത് കല്ലും മുള്ളല്ലേ, ബിൽഡിംഗ് അല്ലേ, അതിനെങ്ങനെ അത്ഭുതങ്ങളും കറാമത്ത് ഉണ്ടാവുക? രണ്ടും ഒരേ ശൈഖിന്റെ നിർദ്ദേശത്തിലാണ്. നിങ്ങൾ ജാമിയത്തുൽ ഹംകിയ അത് കല്ലും മുള്ളല്ലേ, മൈൻഡ് നോസാതെ, അതിനെങ്ങനെ അത്ഭുതം ഉണ്ടായി? അത് പറയണ ചെയ്യും. കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു കറാമത്തുണ്ടായി. സംഭവം എന്താ വെച്ചാല്, നമ്മളൊരു സ്നേഹിതൻ മരിച്ചപ്പോ ബാക്കിയുള്ള വേറെ കുറെ സ്നേഹിതന്മാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ടീമാണ്. അപ്പോൾ ഇയാൾ മരിച്ച വിവരം ഞാനാണ് ആദ്യം അറിഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ മറ്റേ 2-3 സ്നേഹിതന്മാർക്ക് വിളിച്ചു നോക്കി. അപ്പോൾ ഓല ആരും അറിഞ്ഞിട്ടില്ല. അവിടെ ഒന്നും ഈ മരിച്ച വിവരം വല്ലാതെ പരന്നിട്ടാനില്ല. അതിന് മുമ്പ് ഞാൻ അറിഞ്ഞിക്കണേ. ഞാൻ ഫോൺ വിളിച്ച് അറിഞ്ഞാണ്ടാണ് മറ്റുള്ള എൻ്റെ സ്നേഹിതന്മാരൊക്കെ അറിയണത്. അപ്പം നിങ്ങൾ നോക്കിയാണെങ്കിൽ ഓടി ആരും അറിഞ്ഞിട്ടില്ല. അപ്പോഴത്തേന് ഞാൻ സംഭവം അറിഞ്ഞു. ഞാൻ വിളിച്ചുമ്പോഴാണ് എൻ്റെ സ്നേഹിതന്മാരെന്നെ അറിഞ്ഞത്. കാരണം ഞാൻ എത്രയോ കിലോമീറ്ററുകൾ പുറത്തല്ലേ ഉള്ളത്. അതിൻ്റെ അടുത്ത പ്രദേശത്തുള്ള അവരൊന്നും വിഷയം അറിഞ്ഞിട്ടാനില്ല. അപ്പോൾ ഇത് സംഭവം ഒരു കറാമത്താക്കി കൂടെ? ഓലൊക്കെ അറിഞ്ഞതിന് മുമ്പ് ഞാൻ അറിഞ്ഞ് ഞാൻ പറയുമ്പോഴാണ് ഓല അറിയണത് തന്നെ. ഇതൊരു കറാമത്താക്കി കൂടെ? ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. സമതിൻ്റെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് കറാമത്താണെങ്കിൽ പിന്നെ ഇപ്പം നമ്മുടെ ഇത് എന്താ ഒരു കറാമത്താവണ്ടേ? സമത് പറഞ്ഞ നിങ്ങൾ കേട്ട് വെക്കാനേ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഉസ്താദ് ഞങ്ങൾ ദർസിൽ ഒരുമിച്ച് പഠിച്ചു. പിന്നെ ഉസ്താദ് വേറെ വഴിക്ക്, ഞാൻ പൊട്ടച്ചിറ അൻവരിയ കോളേജിൽ പഠിക്കണം. അൻവരിയ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് മഹാനായ കണ്യാല മൗല വഫാത്താകണത്. മൗല വഫാത്തായ വിവരം ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രചരിച്ച് വ്യാപിച്ചിട്ടില്ല. മൊബൈൽ ഫോണൊക്കെ അന്ന് ഒറ്റപ്പെട്ട് അവിടെയും ഇവിടെയും വരുന്നുള്ളൂ. അന്ന് നമ്മൾ STD ബൂത്തിന്റെ കാലാണ് എന്നാ പെട്ടിയൊക്കെ പോയും ചെയ്തു. അങ്ങനെ വ്യാപിക്കാത്ത ആ സമയത്ത് വന്യരായ ഷെയ്ഖുന ഹാഫിദ് ഉസ്താദ് അന്ന് ഉത്തരാഞ്ചൽ ഷാ മൻസൂർ കാട്ടിൽ അവിടുത്തെ പ്രത്യേകമായ ഹൽവത്തിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്ന സമയമാണ്. ആ സമയത്ത് ഉസ്താദ് അവിടുന്ന് എനിക്ക് കോളേജിലേക്ക് ഫോൺ വിളിക്കുകയാണ്. വിളിച്ചിട്ട് എന്നെ ബന്ധപ്പെട്ടു. പെരിന്തൽമണ്ണ അടുത്തൊരു മഹാനില്ലേനിയോ? ഞാൻ പറഞ്ഞങ്ങനെ കണ്യാല മൗല അവര് വഫാത്തായല്ലോ. നോക്കൂ നിങ്ങൾ, ഇവിടെ തന്നെ വാർത്ത പ്രചരിച്ചു വരുന്ന സമയമായിട്ടുള്ളൂ. ഞാനത് അറിഞ്ഞിട്ടില്ല. കോളേജിൽ ആ വാർത്ത പരക്കണേ ഉള്ളൂ, എത്തി തുടങ്ങിയിട്ടില്ല. അതിന്റെ മുമ്പ് ദൂരങ്ങളുള്ള ഉസ്താദ് ഹൽവത്തിലുള്ള സമയം അവരറിയുക, അതാണ് ലാ യാരിഫുൽ വലിയ ഇല്ലൽ വലിയു. ദൂരങ്ങളുള്ള ഉസ്താദ് ഹൽവത്തിലുള്ള സമയം അവരറിയുക, അതാണ് ലാ യാരിഫുൽ വലിയ ഇല്ലൽ വലിയു. നോക്കൂ നിങ്ങൾ, ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയാം അതൊക്കെ ഒരു ബുടലാണ്, സാരല്ല. ഇങ്ങനെയൊക്കെ മൈക്ക് കെട്ടി നമ്മളതൊക്കെ പറയാം, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയ അങ്ങനെയുള്ള മഹാനുഭാവൻ, അങ്ങനെയുള്ള മഹത്തുക്കൾ, അവരാണ് ദീനിന്റെ സംരക്ഷകർ. അവർക്ക് ഓരോ സമയത്തും എന്ത് ചെയ്യണമെന്ന് അള്ളാഹു നിർദ്ദേശം നൽകും. ഈ കറാമത്ത് തന്നെ ഇവൻ പറയുന്നത് പിന്നെ ഒരു വിശ്വസനീയമായ രൂപത്തിൽ പറഞ്ഞൂടെ? അന്ന് STD ബൂത്തുണ്ട്, മൊബൈലൊക്കെ പല ആളുകളെടുത്തുണ്ട്. ഓന്റെ കോമാട്ടിലാൽ അബ്ദുല്ലാന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, എങ്ങനെയും ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ മരണം അറിഞ്ഞ് കുറച്ച് ആളുകളൊക്കെ ഇത് പരക്കൽ തുടങ്ങിയിട്ടുള്ളൂ എന്ന് ഓൻ അറിഞ്ഞിട്ടുണ്ടാവുന്നല്ലേ ഇപ്പോൾ അതിൽ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മൊബൈൽ തീരെ ഇല്ലാത്തൊരു കാലത്ത്, STD ബൂത്തും ഇല്ലാത്ത കാലത്ത്, ഇത് കോളേജിലെ ഫോണൊക്കെയാണ് കോൾ വരുന്നത്. ഓനപ്പുറത്തുനിന്ന് ഫോണിൽ വിളിക്കുന്നു, ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ഇല്ലേന്ന് ചോദിക്കുന്നു. ഇതാണല്ലോ ഇപ്പോൾ കറാമത്ത്. ഇപ്പോൾ മജീദ് ഹസനി ഉസ്താദ് ഒരു കറാമത്ത് പറഞ്ഞല്ലോ. നാട്ടിൽ നടന്ന മരണം മൈലുകൾക്കപ്പുറത്തുള്ള ഉസ്താദ് അറിഞ്ഞിട്ട് ഉസ്താദ് കൂട്ടുകാരോട് പറയുമ്പോഴാണ് പിന്നെ അത് കറാമത്താവും. അങ്ങനെ കുറേ കറാമത്തുകൾ കോമാട്ടിലാൽ അബ്ദുള്ള ചെയ്തിട്ടുണ്ട്. 2010 സമസ്ത പിളർത്താൻ വേണ്ടി നോക്കിയല്ലോ, അത് ഓൻ്റെ മറ്റൊരു കറാമത്തായിരുന്നു. കാരണം ഓൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സമസ്ത 2 പിളരും, ആ പിളർന്നിട്ട് അതിന്റെ മധ്യസ്ഥം വഹിക്കൽ ഞാനാണ്, എൻ്റെ അടുക്കൽ വരും. കാരണം 2 പിളർന്നപ്പോൾ CM അലിള്ളാഹിന്റെ അടുത്തേക്ക് പോയതല്ലോ.
ആ CM വലിയുള്ളഹിനോട് ചോദിച്ചല്ലോ ഹക്ക് ഏതാണെന്നുള്ളത്. അതുപോലെ ഇവൻ പിളർത്തിയിട്ട് ഇവന്റെ അടുത്തേക്ക് പോകും. കാരണം ഇത് നേരെ കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കല്ലേ ഈ ഗൂഢാലോചനയ്ക്ക്. CM വലിയുള്ളഹി പോയപ്പോൾ അടുത്ത ആൾ സുലൈമാണ്ടി കഴിഞ്ഞാൽ പിന്നെ CM വലിയുള്ളഹിന്റെ കഥ ആർക്ക് കൊടുക്കുകയാണ്? കോമാട്ടിച്ചാൽ അബ്ദുള്ളക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതുപോലെ ഒരു പിളർപ്പുണ്ടാവണം. പിളർപ്പുണ്ടായിട്ട് CM വലിയുള്ളഹിന്റെ അടുത്തേക്ക് പോയല്ലോ ഓന്റെ വാപ്പൊക്കെ, അതേമാതിരി ഇവന്റെ അടുത്തേക്ക് വരണം. അപ്പൊ അതിന് പിളർപ്പ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ അവസാനം എന്ത് ചെയ്തു? ഈ ക്ലിപ്പ് വീരന്മാരായ ആളുണ്ടല്ലോ, അതിലുള്ള രാമന്ത്രിനെ പിടിച്ചിട്ട് കുറെ ക്ലിപ്പുകളും വേറൊരുത്തനും ഉണ്ടായിരുന്നല്ലോ, ഒരു മാഹിക്കാരൻ. അവർ ക്ലിപ്പ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല. അപ്പൊ സ്വന്തം ലാപ്ടോപ്പ് വിട്ടുകൊടുത്തു. ഹൽവത്തിലിരിക്കുന്ന ആളത്തെ അന്ന് കാലത്ത് ലാപ്ടോപ്പ് ഉണ്ട്, ആലോചിച്ചോക്കണം. ഓന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉള്ള ഓന്റെ കയ്യിലാണ് പിന്നെ മൊബൈൽ ഉണ്ടാവാൻ മതി. 2010 കാലത്ത് ലാപ്ടോപ്പ് ഉള്ള ആളാണ് ഇവന്റെ ഷെയ്ഖ്. ആ ലാപ്ടോപ്പിൽ എന്ത് ചെയ്തു? ഇവര് ഈ ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായി കൊടുത്തു. ധാരാ പറഞ്ഞത് ഇത് ചെയ്ത ആളുകൾ തന്നെ. അത് മാത്രം പോരാ, അത് ചെയ്ത് കഴിഞ്ഞ് അത് പുറത്ത് വിട്ടിട്ടും സംഘടനയ്ക്ക് ഒരു പ്രശ്നം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ സംഘടനയെ പിളർത്താൻ വേണ്ടി 50,000 രൂപ റിപ്പോർട്ടർ ചാനലിന്റെ 1 മണിക്കൂർ സമയം വാങ്ങിക്കൊണ്ട് രാമന്തളിയെ പറഞ്ഞയച്ചു. ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട്, സമസ്തക്കെതിരെ പറയുന്നതിന് വേണ്ടിയിട്ട് രാമന്തളിയെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞയച്ചു. ഒരു ചാനലിന്റെ 1 മണിക്കൂർ സമയം ഇങ്ങ് വാങ്ങിയിട്ട് അതിന് 50,000 രൂപ കൊടുത്തു. SKSSF വേദി ഓന്തിനെ പോലെ നിറം മാറി പല രൂപത്തിൽ മറിഞ്ഞെങ്കിലും അവസാനം SKSSF വേദിയിൽ വെച്ചിട്ട് രാമന്തളി ഇത് വിളിച്ചു പറയുന്നുണ്ട്, അല്ലയോ ഹാഫിദ് ഉസ്താദെ, നിങ്ങൾ എനിക്ക് 50,000 രൂപ തന്നിട്ട് എന്നെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞയച്ചില്ലേ? അത് സമസ്ത സംഘടന പിളർത്താനായിരുന്നില്ലേ? അത് തന്നതല്ലേ? വെല്ലുവിളിക്കുന്നുണ്ട് അവനെ. നിങ്ങൾക്ക് മുസ്ഹഫ് തൊട്ടിട്ട് മഹാന്മാരുടെ മുന്നിൽ വെച്ച് തന്നിട്ട് അത് നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് രാമന്തളിയുടെ വെല്ലുവിളിയുണ്ട്. കോമാട്ടിച്ചാൽ അബ്ദുള്ള ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ജനങ്ങൾ മനസ്സിലാക്കണം, ഈ ജാതി തെമ്മാടിത്തരങ്ങൾ പണ്ഡിതന്മാരെ പച്ചയിറച്ചി കൊത്തിവലിച്ച് കഴുകന്മാരെ പോലെ അതിൽ നിന്ന് നക്കിമുക്കി ജീവിച്ചിരുന്ന ഇവരെ കയ്യിൽ 50,000 രൂപ കൊടുത്തിട്ട് പണ്ഡിതന്മാരുടെ പച്ചയിറച്ചി തിന്നാൻ ചാനലിൽ പറഞ്ഞയച്ച് സംഘടന പിളർത്താൻ ശ്രമിച്ച് ഉള്ളിൽ നിന്ന് കളിക്കുകയായിരുന്നു ഈ ഹംക്ക്. ആ ഹംക്ക് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലാണ് നേരത്തെ സൈർവായി പറഞ്ഞ ഹംകിയിലുള്ള കറാമത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഉളുപ്പില്ലല്ലോ ഇവന്മാർക്ക് ഈ ജാതി കറാമത്ത് പറയാം.